ഇന്ത്യയും ഇസ്രയേലും ഭൂപ്രദേശങ്ങളാലും അതിർത്തികളാലും വലിയ ദൂരങ്ങളാലും വേർതിരിക്കപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളായിരിക്കാം. എങ്കിലും അവർ സഹിക്കുന്ന വേദനകൾ, ഇരു രാജ്യങ്ങളും സഹിക്കുന്ന വേദനകൾ ഞെട്ടിക്കുന്ന വിധം സമാനമാണ്. രണ്ട് രാജ്യങ്ങളും ദശാബ്ദങ്ങളായി ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്നുള്ള ഭീഷണികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങളെയും നാലുപാടും ചുറ്റി ശത്രു രാജ്യങ്ങളുമുണ്ട്. ഒപ്പം അതിജീവനത്തിന് ഒരേ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത തത്വമാണ് ആവശ്യമെന്നും ഇരു രാജ്യങ്ങൾക്കും അറിയാം. എന്താണ് തത്വം? ഭീകരതയോട് സീറോ സഹിഷ്ണുത, സീറോ ടോളറൻസ്. ഇതുപോലുള്ള നിമിഷങ്ങളിൽ അവരുടെ തന്ത്രപരമായ പങ്കാളിത്തം കേവലം നയതന്ത്രത്തിനപ്പുറം ഒരു പൊതു പോർമുഖമായി തന്നെ മാറും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡിസംബർ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടിയന്തര പ്രാധാന്യമുള്ള ഒരു ടെലിഫോൺ സംഭാഷണം നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിലും ഭീകരവാദത്തോടുള്ള സീറോ സഹിഷ്ണുത, സീറോ ടോളറൻസ് എന്ന നയം കൂടുതൽ ദൃഢമാക്കുന്നതിലുമാണ് ചർച്ച പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇരു നേതാക്കളും ഭീകരവാദത്തെ ശക്തമായി അപലപിച്ചു. സുരക്ഷ, രഹസ്യാന്വേഷണം, സാങ്കേതിക വിദ്യ എന്നീ സുപ്രധാന മേഖലകളിലെ തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതിയിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. പരസ്പര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ നേതാക്കൾ അവരുടെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. ഒപ്പം തന്നെ പശ്ചിമേഷ്യയിലെ നിലവിലെ കലുഷിതമായ സാഹചര്യം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി മോദി നെതന്യാഹുവിനെ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ഒക്ടോബറിൽ മുന്നോട്ട് വെച്ച ഗാസ സമാധാന സംരംഭത്തെ മോദി അഭിനന്ദിച്ചിരുന്നു. ആ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളുടെ വിലയിരുത്തൽ ഉണ്ടാകുന്നത്. നെതന്യാഹുവിന്റെ ഈ ദ്രുതഗതിയിലുള്ള ഇടപെടൽ പൊതുവായ ഭീഷണികൾ, പൊതുവായ ദൃഢനിശ്ചയം, ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാനുള്ള ഒരേ ഒരു ദൗത്യം എന്നിവയുള്ള രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ എത്രത്തോളം അടുത്തടുത്ത് നിൽക്കുന്നു എന്നുള്ളതിന്റെ സൂചന, അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്തിന്റെ ഒരു ദൃഢതയുടെ സൂചനയാണ്. മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ബന്ധം നിലനിർത്തുന്നതിനും ഇരു നേതാക്കളും സമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 7 മലയാളം.